കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഓഫീസിലേക്ക് ഫുഡും കൊണ്ട് പോകുന്ന രംഗാട്ടൊക്കെയാണ്. സ്കൂളിലത്തെ കുട്ടികളൊക്കെ ബോക്സായിട്ട് പോകുന്നൊരു ഫീലൊക്കെ ഉണ്ട്. സംഭവം നല്ല രസമാട്ടോ. വണ്ടിമേലാണ് പോകുന്നത്. വണ്ടി എടുത്ത് നേരെ ഇങ്ങനെ പോവുകയാണ്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള റോഡിലൂടെ കരിമ്പ് ജ്യൂസ് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി സൈഡ് ആവാറുണ്ട്. അങ്ങനെ ഓഫീസിലെത്തി ചോറും പാത്രമൊക്കെ എടുത്ത് നേരെ പോയത് സ്റ്റുഡിയോയിലൊക്കെ ആയിരുന്നു. ഇന്നലെ അവിടെ വെച്ച് പോയ പാത്രം എടുക്കാനായിട്ടായിരുന്നു പോയത്. അങ്ങനെ ചൂടുവെള്ളമൊക്കെ ആക്കുന്ന പാത്രം എടുത്ത് ടേബിളിൽ വന്നു. അപ്പം തന്നെ എൻ്റെ ചോറ് പൊട്ടിക്കുന്നത് കണ്ടിട്ട് ഫൈസൽ സാർ അടുത്തുകൂടെ നടക്കുന്നുണ്ട്. ഒരു മീൻ കഷ്ണം തരുമെന്ന് പൂച്ച ചോദിക്കുന്ന പോലെയാണ്. പക്ഷേ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞു. ശോഭര അവസാനം പിണങ്ങിപ്പോയതാണോ എന്നറിയില്ല. ഏതായാലും വണ്ടി വിട്ടിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്താണെന്നല്ല നിങ്ങളൊക്കെ അതുത്തോടി നോക്കുന്നത്. അത് നല്ലൊരു ചോറാട്ടോ. നല്ല പ്രസ് വെച്ചിട്ട് പരത്തിയ ചോറാണ്. കൂടുതൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ്. പരിപ്പ് കറി, നല്ല മീൻ പൊരിച്ച്. സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് നോക്കിയൊക്കെ രോഹിത്തും ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. നുണച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞതാണോ ഇനി വേണ്ടാത്തത് കൊണ്ടാണോ അറിയില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഓഫീസിൻ്റെ പുറത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ അറക്കൽ വരുന്നത്. ഓൻ്റെ വേറെ തന്നെ ഒരു രസമാട്ടോ. ഹായ് ഗൈസ്, എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ദിവസമാണ് അല്ലടാ. ഇതൊക്കെ കഴിഞ്ഞ് രാത്രിയോട് വീണ്ടും സ്റ്റുഡിയോയിലേക്ക് കയറാട്ടോ. +1 കുട്ടികൾക്ക് ലൈവാണ്. ലൈവൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അവരുടെ കൂടെ സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തിട്ടാട്ടോ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നത്. സമയം ഏകദേശം 1 മണി 2 മണി അങ്ങനെ ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സംഭവം പോകുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു റീലിൻ്റെ ഉള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഹോട്ടലിൻ്റെ വീഡിയോ എടുത്താട്ടോ. പക്ഷേ ശരിക്കും ഓഫാകുന്ന സമയത്താണ് ഓണായത്. നല്ല ചന മസാലയും വെള്ളപ്പവും പൊറാട്ടയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. കോഴിക്കോടൊക്കെയുള്ള ആളുകൾക്ക് വേണേൽ പരീക്ഷിക്കാം. അടിപൊളി കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ ബീച്ചിൽ പോയി. ബീച്ചിൽ ഏകദേശം 2:30 ഉള്ളൊരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. കോഴിക്കോട് ബീച്ച് ഫുൾ ടൈം ഓണാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ഒരു ഉപ്പിലിട്ടതും ഒരു വത്തക്ക കഷ്ണമൊക്കെ തിന്ന് നേരെ ഞാൻ ഓഫീസിൽ തന്നെ വരികയാണ് കേട്ടോ. ഓഫീസിൽ വന്നു. എനിക്കടുത്താണ് മെയിനായിട്ടുള്ളത്. പക്ഷേ മോർണിംഗിലേക്കുള്ള സ്ലൈഡ് സെറ്റാക്കാത്തത് കൊണ്ട് അത് ചെയ്യാനുണ്ട്. ഇവിടെ നമ്മൾ ബ്രഷ് വെക്കുന്ന ഏരിയ ആണ് കേട്ടോ. പല്ലൊക്കെ തേച്ചിട്ടാണ് നമ്മൾ സ്ലൈഡ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ശേഷം സ്ലൈഡുകളൊക്കെ ഉണ്ടാക്കി കുറച്ച് ചോദ്യങ്ങൾ, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഒരു സ്ലൈഡാക്കി മാറ്റി. പിന്നെ നമുക്ക് പുതപ്പ് എടുക്കാനുണ്ട്. ആ പുതപ്പ് എടുത്തിട്ട് നമുക്ക് നമ്മളെ ബെഡ്റൂമിലേക്ക് പോകാം. ബെഡ്റൂം എവിടെ ആയിരിക്കുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ബെഡ്റൂം മറ്റൊന്നുമല്ല കേട്ടോ, നമ്മുടെ മുകളിലത്തെ സ്റ്റുഡിയോ ആണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ പുതപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോയിൽ വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് ആദ്യം തന്നെ നമ്മുടെ അതിൻ്റെ പേര് എന്തോ ഒരു സാധനം നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു. ആ സോഫ പോലുള്ളൊരു സാധനം ഇപ്പോൾ വന്നില്ല, ബനിയനല്ലോ ഒനിയനോ അങ്ങനെ എന്തോ ഒരു സാധനമല്ലേ. ആ സാധനങ്ങളൊക്കെ വെച്ച് അതിൽ തലക്കാനും വെച്ച് നമ്മളെ പുതപ്പ് അവിടെ വിരിച്ചിട്ട് നല്ലൊരു കിടത്തം കിടക്കുകയാണ്. ഇനി സത്യം പറയട്ടെ, ഞാനിപ്പോൾ വീഡിയോ എടുത്തത് രാത്രിയാണ്. ഉറക്കം വന്നിട്ടില്ല. ബൈ.